ഹായ് ബുദ്ധിയുടെ ഡെലിക്സ് അത് ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ സമയത്ത് ഞാൻ വിട്ടുപോയ കാര്യമാണ് നമ്മുടെ ബഡ്സിൻ്റെ കോർട്ടിലെ 3rd അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻ കോർട്ട് തൃശ്ശൂർ നാളെ ഒരു കേസുണ്ട്. ആ കേസ് എന്ന് പറയുന്നത് നമുക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഈ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അത് പൂട്ടാൻ പറ്റില്ല എന്നും അത് ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതാ ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഓഫീസ് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിസിനസ് മണി ചെയിൻ ബിസിനസ് നടത്താനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവർ അപ്പം തന്നെ കൊണ്ടുപോയിട്ട് കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഇവർക്ക് വാദിക്കാൻ കഴിയില്ല, ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ഇവർക്കറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ 8/8 ലാസ്റ്റ് വാദം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് നമ്മുടെ ഹൈക്കോടതിയിൽ നമ്മൾ ഈ രണ്ടാമത് ഇവർ പിന്നെയും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിങ്കളാഴ്ചയോടുകൂടി അതിൻ്റെ പരിപ്പ് നമ്മൾ എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഉണ്ടായത് അറിയാലോ. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച അത് പിന്നെ 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി 8/8 സെഷൻ കോർട്ട് ജഡ്ജി പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അധികം സമയം തരില്ല എന്നാണ്. ഇതിങ്ങനെ കേസ് ഇട്ടിട്ട് പിന്നെ നീട്ടി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് നോ ഫർദർ ടൈം എന്ന് NFT എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇവരുടെ കയ്യിലുള്ള ഇൻഡാസുകളൊക്കെ എടുത്തിട്ട് പൊക്കി കാണിക്കേണ്ടി വരും. നമ്മുടെ രേഖ ഇതാണ്, നമ്മൾ മണി ചെയിൻ ചെയ്തിട്ടില്ല, നമ്മൾ ബോണ്ട് ഇറക്കിയിട്ടില്ല, നമ്മൾ ആൾക്കാരെടുക്കുന്ന പൈസ പിരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഘോരം വാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ പോലീസിൻ്റെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും വായ്ത്താളം മാത്രമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നാളെയോടുകൂടി അതിൻ്റെയും ചീട്ട് കീറാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. നാളെ ഒരു കേസ് പിൻവലിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവർ ഉളുപ്പില്ലാതെ പിന്നെ നീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ 2 ആഴ്ചത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബഡ്സിൻ്റെ കോർട്ടിൽ ഓൺലൈൻ ഷോപ്പിംഗ് കോമ്പറ്റൻ്റ് അതോറിറ്റിക്കെതിരെ നടക്കിയിരിക്കുന്ന കേസിൻ്റെ കാര്യങ്ങളാണ് നാളെ വരാൻ പോകുന്നത്. ഒന്നും തന്നെ സംഭവിക്കില്ല, അത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് ആരും തന്നെ പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും ഇതിനു കാത്തു കുത്തിയിരിക്കാനോ ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ടിയും പിടിച്ചിട്ട് തൃശ്ശൂർ പോയിട്ട് കാണാനോ ഒന്നും നിൽക്കണ്ട. ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ബൈ.